ഞാൻ തായാട്ടു ശങ്കരനെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. തായാട്ടു ശങ്കരൻ ഇങ്ങനെ പറയുന്നു: അന്ന് 1983 നിലയ്ക്കൽ വർഗീയ അസ്വാസ്ഥ്യ ഡിവൈഎഫ്ഐ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ അണിനിരത്തി, യുവതി യുവാക്കളെ അണിനിരത്തി, ബഹുജനങ്ങളെ ആകെ അണിനിരത്തി മതനിരപേക്ഷതയുടെ വലിയ സന്ദേശം ഉയർത്തുന്ന വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആ ക്യാമ്പയിനെ കുറിച്ച് തായാട്ടു ശങ്കരൻ എഴുതിയത് ഇങ്ങനെയാണ്. മുദ്രാവാക്യം മുഴങ്ങിയത്. ആ മുദ്രാവാക്യം വടകരയിലെ ഇന്നത്തെ പ്രസക്തമായ സാഹചര്യത്തിൽ വേറൊരു തരത്തിൽ പ്രസക്തവുമാണ്. അന്നുയർന്ന മുദ്രാവാക്യമാണ്: മതമല്ല 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 പ്രശ്നം, എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം. നെറ്റിയിൽ ചന്ദനം പൂശുന്ന ഹിന്ദുവും നിത്യം കുരിശു വരയ്ക്കും ക്രിസ്ത്യാനിയും നിസ്കരിച്ചിടും മുസൽമാനുമെല്ലാം ഒന്നാണു മക്കളെ രക്തം ചുവപ്പ്. തായാട്ടു ശങ്കരൻ തുടരുകയാണ്: തൂവെള്ള വസ്ത്രം ധരിച്ച് ജീവിതത്തിൽ തന്നെ ഒരനുഭവമായിരുന്നുവെന്ന് തായാട്ടു ശങ്കരൻ കുറിക്കുന്നു. ഈ മുദ്രാവാക്യം ഈ പുതിയ കാലത്ത് വേറൊരു തരത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1983 സംഘപരിവാരത്തിനെതിരെ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം RSS കേരളത്തിൽ വലിയ തോതിൽ ആസൂത്രിതമായി വിഷം കലക്കാൻ ശ്രമിച്ച കാലത്ത് അതിനെതിരെ ജനമനസ്സുകളെ ഒന്നിപ്പിക്കാൻ ഡിവൈഎഫ്ഐ വിളിച്ച ഈ മുദ്രാവാക്യമാണ്. സാഹചര്യങ്ങളിൽ നിന്ന് വാക്കുകളെ അടർത്തിയെടുത്ത്, മുദ്രാവാക്യങ്ങളെ അടർത്തിയെടുത്ത്, സാഹചര്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു പുതിയ പ്രതലം സൃഷ്ടിച്ച് മനുഷ്യരിൽ തെറ്റിദ്ധാരണ പടർത്തുക. വടകരയിൽ മത്സരം ഒരു പൊളിറ്റിക്കൽ ബാറ്റിലാകണ്ടേ? പൊളിറ്റിക്കൽ ബാറ്റിൽ എന്നതിനപ്പുറത്ത് വ്യാജ നിർമ്മിതികളുടെ ഒരു യുദ്ധ മുനമ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത്. സ്ഥാനാർത്ഥിയായ ഒരാളെ കൊണ്ടുവന്ന അയാൾ ആരെയാണ്? ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡിവൈഎഫ്ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു: ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ എന്താണ് ഇവിടെ ചുറ്റിയത്? വർഗീയത. ഇലക്ഷൻ വരുമ്പോൾ ഷാഫി എന്തിനായിരുന്നു ഈ വ്യാജ പ്രതീതി സൃഷ്ടിച്ചത്, വ്യാജ പ്രചരണം സൃഷ്ടിച്ചത്? ആരുടെയൊക്കെ പേരിലാണ്? ആദരണീയനായ ശ്രീ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ തട്ടകം എവിടെയായിരുന്നു? പാലക്കാടായിരുന്നു. അപ്പോഴും പാലക്കാട്, ഇപ്പോഴും പാലക്കാട്. പാലക്കാടായിരുന്നയാൾ വടകരയിലേക്ക് വരണമെന്ന് കരുതിയിട്ട് പോലുമില്ലാതിരുന്നയാൾ എന്തേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു ശക്തമായ നിലപാടെടുത്തതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏക സിവിൽ കോഡിനെതിരെ നിലപാടെടുത്തതായി ഓർമ്മയുണ്ടോ? അദ്ദേഹം എപ്പോഴെങ്കിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ നട്ടെല്ലുറപ്പുള്ള ഒരു നിലപാട് പറഞ്ഞതായി ഓർമ്മയുണ്ടോ? ഇല്ല. അവിടേക്ക് എന്തായിരുന്നു? അവിടേക്ക് ഒരു ഏതാണ്ട് പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ ഇനിയും തനിക്ക് നീണാൾ വാഴാൻ പാലക്കാട് മണ്ഡലത്തിൽ ഒരു കാവിക്കൊടിയെടുത്ത് പുതച്ചു നടക്കുന്നത് പോലെ ആ പുതപ്പങ്ങ് മാറ്റി. ഇവിടെ വടകരയിൽ തീവണ്ടി ഇറങ്ങിയത് മുതൽ രാഷ്ട്രീയ കുമ്പിടി, ആ രാഷ്ട്രീയ കുമ്പിടി അവിടെ എന്തേ നിലപാടെടുക്കാതെ? RSSന്റെ പരീക്ഷണശാലകളിലൊന്നാക്കി മാറ്റിയ പാലക്കാട് നഗരസഭ. എന്തേ പാലക്കാട് നഗരസഭയിൽ നാളിതുവരെയായി ഈ MLA-യുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? എന്തേ ഇല്ലാതെ? അവരുടെ വോട്ട് വേണോ? തന്റെ നിലപാടുകൾക്കപ്പുറത്ത്, രാഷ്ട്രീയ ധാരണകൾക്കപ്പുറത്ത്, സജീവമായ രാജ്യത്തിന്റെ രാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറത്ത് സ്വന്തം വ്യക്തി താല്പര്യത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ അജണ്ടകളുടെ പിന്നാലെ ഒളിച്ചോടിയ സംഘം. അന്ന് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലീഗ് ഇവിടെ ഈ ഷാഫി ഒരുക്കിയ കാര്യത്തിൽ ഇങ്ങനെ ലീഗ് കിടന്നോടിയല്ലോ. ഞാൻ ലീഗിനോട് ഒരു കാര്യം ചോദിക്കുന്നു. ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലമാണല്ലോ മലപ്പുറം, ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലമാണല്ലോ പൊന്നാനി. ആ പൊന്നാനിയിലും മലപ്പുറം DCC പ്രസിഡന്റ് എന്ന് പറയുന്നുണ്ടായിരുന്നത് സംബന്ധിച്ചു എന്റെ ചോദ്യം അതാണ്. എന്തുകൊണ്ടാണ് ഈ വടകരയിൽ ആരെല്ലാം മത്സരിച്ചു? കെ മുരളീധരൻ മത്സരിച്ചില്ലേ? സഖാവ് P ജയരാജനും കെ മുരളീധരനും തമ്മിൽ ഏറ്റുമുട്ടിയില്ലേ? പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു. അവിടെ രാഷ്ട്രീയ യുദ്ധത്തിൽ ഒരാളല്ലേ ജയിക്കുള്ളൂ.
പക്ഷേ അതിനുശേഷം ഇങ്ങനെ ഒരു യൂത്ത് അലർട്ടിന്റെ ആവശ്യമുണ്ടായോ? വടകരയെ കുറിച്ച് ഇങ്ങനെ ഒരു ആശങ്ക കേരളം പങ്കുവെച്ചു. തുറന്നു കാട്ടാതെ പോയാൽ അത് രാഷ്ട്രീയ പ്രവർത്തനമാകില്ല. അതുകൊണ്ടാണ് തുറന്നു കാട്ടുന്നത്. അതിജീവിക്കുമെന്നത് രാഷ്ട്രീയ തമ്മാടിത്തരത്തെയും അതിജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾ അതിജീവിക്കും, കാവൽ നിൽക്കും. പക്ഷെ തുറന്ന് പറയാതെ പോകാനാകില്ല. ഇത് ഇനിയും വെച്ച് പൊറപ്പിക്കണോ? കോൺഗ്രസ് ചിന്തിക്കണം, ഇന്റർനാഷണൽ കോൺഗ്രസ് ചിന്തിക്കണം. വ്യാജ പ്രചരണങ്ങളുടെ ഒരു നിര സൃഷ്ടിക്കുക. അതിപ്പോ മാത്രമല്ല, എത്രയോ സന്ദർഭങ്ങളിലാണ്. നോക്കൂ, നിറകെട്ട രാഷ്ട്രീയ പ്രചരണ രീതി എന്തിനാണ് അവലംബിക്കുന്നത്? കെ ശൈലജ ടീച്ചർക്ക് എത്ര വയസ്സാകും? രാഷ്ട്രീയത്തിന് അതീതമായി ഏതു രാഷ്ട്രീയത്തിലും പെട്ടവർ, ഏതു മതത്തിലും പെട്ടവർ എങ്ങനെയായിരിക്കും കെ ശൈലജ എന്ന അമ്മയെ, ഒരു ടീച്ചറെ, ഒരു സഹോദരിയെ, ജ്യേഷ്ഠ സഹോദരിയെ കാണുക? പക്ഷേ അവരുടെ മോശപ്പെട്ട ചിത്രങ്ങൾ, അവരുടെ മുഖവും വേറെ ചില ഉടലുകളും വെച്ച് എന്തിനത് ചെയ്തു? ഇതിവിടത്തെ മാത്രം കാര്യമാണ്. ഇതേ സംഘമായിരുന്നില്ലേ തൃക്കാക്കര ബൈ ഇലക്ഷൻ സമയത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ ഈ വേദിയിൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു വീഡിയോ സജ്ജമാക്കി ഇറക്കിയത്? ഇതേ സംഘമായിരുന്നില്ലേ? ആർക്കെതിരെയും എന്തും ചെയ്യും. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതാണ് ശ്രീ എം എം ഹസൻ പറഞ്ഞത്. നിങ്ങൾ കരുതും ഇത് കെ ശൈലജ ടീച്ചർ മാത്രമാണ് വേറെ ആരുവരകളല്ല. അങ്ങനെ കരുതണ്ട. ഈ സംഘത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ പോയിസൺ എന്നത് ഞാൻ എന്റെ മാത്രം വാക്കെടുത്ത് പറയുന്നില്ല. ആ നിഗമനത്തിലേക്ക് ഉറച്ച ബോധ്യത്തോടെ ആവർത്തിച്ചു ഞാൻ പറയുന്നത്, യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഈ പറയുന്ന ഷാഫിയെ എതിർക്കുന്ന ഓരോ യൂത്ത് കോൺഗ്രസ് നേതാവിനോടും വ്യക്തിപരമായി നിങ്ങളൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ പൊളിറ്റിക്കൽ പോയിസൺ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്കെതിരെ മാത്രമല്ല വിഷം ചുറ്റിയിട്ടുള്ളത്. ആർക്കെല്ലാം എതിരെ? ഈ നാടിന്റെ സമാധാനം തകർക്കാൻ മാത്രമല്ല, ആർക്കെല്ലാം എതിരെ. KPCC അതല്ലേ ശ്രീ എം എം ഹസനോട് പറഞ്ഞത്? ഞങ്ങളെല്ലാം തെരുവിലും ഫീൽഡിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പൊളിറ്റിക്കൽ വിഷങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഈ കേരളത്തിൽ നിങ്ങളതെല്ലാം ശ്രമിച്ചിട്ടും ഈ സംഘടന, ഇവരുടെ സംഘടന യൂത്ത് കോൺഗ്രസ്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ, വളർന്നോ തൊലഞ്ഞോ? വളർന്നോ തൊലഞ്ഞോ? ഇലക്ട്രിക് പോസ്റ്റിൽ വെള്ളം കോരിയാ വളരില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ ആയിരുന്നില്ല യൂത്ത് കോൺഗ്രസ്. എന്തായി? ഷാഫി പറമ്പലിനെയും ഇവിടെ വന്ന് തമ്പടിച്ച് പ്രവർത്തിച്ച വേറൊരു വ്യാജ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആ രണ്ടുപേരെയും ഒരു കാര്യം DYFI ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ വടക്കൻ മലബാറിൽ ലീഗിന്റെ മേലത്തു ചാരി നിന്ന് വീരസ്യം പറയാൻ മാത്രം കഴിയുന്ന മെലിഞ്ഞുപോയ ഒരു പഴയ തെരുവ് ചട്ടമ്പിയായി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചുപോയി, മെലിഞ്ഞുപോയി എന്ന് പറഞ്ഞു പോരുത്. കിരീട സിനിമയിൽ പറയല്ലോ, ഞാനും മറ്റേ അടിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചിട്ട് നടക്കുന്നൊരു രംഗുണ്ടല്ലോ, അതുപോലെയാണ് ലീഗിന്റെ പിടലേക്ക് ചാരി നിൽക്കാൻ. എവിടെ കോൺഗ്രസ്? കോൺഗ്രസ് എവിടെ? ഇവിടെ വന്ന വ്യാജ പ്രസിഡന്റിന്റെ ജില്ല പത്തനംതിട്ടയാണ്. ആ പത്തനംതിട്ട ജില്ല രൂപീകരിച്ച ഘട്ടത്തിൽ കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന യശസ്വരീരനായിരുന്ന ശരിയായിരുന്നു അത്. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ, ആ പത്തനംതിട്ട ജില്ലയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കേരള നിയമസഭയിലുള്ള ഒരു എണ്ണം എത്രയായിപ്പോ? 0, വട്ട 0. KPCCയുടെ ആസ്ഥാന മന്ദിരമിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കേരള നിയമസഭയിൽ കൈപ്പത്തിക്കാർ എത്ര പേർ? 1. എവിടെ പോയി കൈപ്പത്തി? കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് അടക്കി വാണിരുന്ന മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലായിട്ട് എത്രയോ കാലമായി. കോൺഗ്രസിന്റെ ASUവിന്റെ ഒരണ സമരത്തിന്റെ പ്രധാനപ്പെട്ട വേദിയായിരുന്ന, കോൺഗ്രസിന് തന്നെ പിറവി കൊടുത്തു എന്ന് പറയാമെങ്കിൽ പറയാവുന്ന ഒരു ജില്ല ആണ് സീറ്റ്. 100 സീറ്റ് ഔട്ട് ഓഫ് 100, ഔട്ട് ഓഫ് 100. 100-ൽ എത്രയുണ്ട് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ എന്നറിയോ? 9. രണ്ടക്ക നമ്പർ കടന്നിട്ടില്ല. ആയുസ്സുണ്ടാകും. ചെറിയൊരു കാലത്തേക്ക് നിങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, വർഗീയ നിലപാടുകൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ കാലത്തേക്ക് ആയുസ്സുണ്ടാകും. പക്ഷേ അതിനപ്പുറത്ത് ഒരു ഘട്ടത്തിലും അത് പാടില്ല. ജനം സ്വീകരിക്കില്ല.
ജനം നിങ്ങളെ തിരസ്കരിക്കും. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കുമ്പോ ആ ബാബറി മസ്ജിദ് തകർക്കലിന് എല്ലാ കാഴ്ചക്കാരായി നോക്കിയിരുന്നു. ലോകം പറഞ്ഞു സരയുവിന്റെ തീരത്ത്. അന്ന് കോൺഗ്രസ് ആയിരുന്നു അധികാര കസേരയിൽ. കോൺഗ്രസ് അന്ന് മനസ്സിൽ കരുതിയത് എന്തായിരുന്നു? ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണമുണ്ടാകുമെന്നായിരുന്നില്ലേ? പള്ളി പൊളിക്കുന്നത് തടയാൻ പട്ടാളത്തെ വിട്ടാൽ അരുതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പിന്തുണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി വർഗീയതക്കെതിരെ നിലപാടെടുക്കേണ്ട സമയത്ത് നിലപാടെടുക്കാതെ വർഗീയതയോട് സന്ധി ചെയ്തതിന്റെ ഉദാഹരണമാണ് 1992 ഡിസംബർ 6. പോട്ടെ, പള്ളി പൊളിച്ചു. ഈ രാജ്യത്തിന്റെ സമഗ്ര അധികാര കേന്ദ്രങ്ങളും സ്വന്തം കൈപ്പിടിയിൽ നിൽക്കവേ എന്തേ കഴിഞ്ഞില്ല, എന്തേ ചെയ്തില്ല? കാരണം മറ്റൊന്നുമായിരുന്നില്ല. പള്ളി പൊളിച്ച കൈകളിൽ കയ്യാമം വെച്ചാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ നഷ്ടമുണ്ടാകുമോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഈ പറയുന്ന നിലപാട് വ്യതിയാനങ്ങൾ കോൺഗ്രസ് ചിന്തിക്കണം. ശാശ്വതമായി നിങ്ങൾക്ക് വളം നൽകിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വെളിച്ചമായിട്ടുണ്ടോ? കോൺഗ്രസ് ചിന്തിക്കുക. എത്രയോ അനുഭവങ്ങൾ ഇതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളെന്ത് നിലപാട് സ്വീകരിച്ചു? ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് വർഗീയതക്കെതിരായ നിലപാടാണ്. എല്ലാം കഴിയും. ഈ നിമിഷം നിങ്ങൾ നോക്കൂ, പാലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് ഓരോ ശിശുരോധനത്തിലും കേൾപ്പുന്നാം ഒരു കോടീശ്വര വിലാപം എന്ന പോൽ അവിടെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീഴുന്നതിനെ കുറിച്ച് സംസാരിച്ചാൽ അത് ഞങ്ങളുടെ വോട്ടിനെ എങ്ങനെ ബാധിക്കും? വോട്ടിനെ എങ്ങനെ സ്വാധീനിക്കും? ഉത്തരേന്ത്യയിൽ ഞങ്ങൾക്ക് പ്രശ്നമാകുമോ? ഇതെല്ലാമല്ലേ നിങ്ങളുടെ ചിന്ത? ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ഇതാ അപനിർമ്മിക്കുന്നു. ഹിറ്റ്ലർ അധികാരത്തിലേറി ആദ്യം ചെയ്തത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചരിത്ര പാഠപുസ്തകങ്ങളെ മുഴുവൻ കത്തിക്കും. ഇന്ന് അക്ഷരങ്ങൾക്ക് ചിതയൊരുക്കുന്ന ഇവൻ അധികം വൈകാതെ മനുഷ്യർക്കും ചിതയൊരുക്കുമെന്ന് പുതിയ ചരിത്രം അവർ നിർമ്മിച്ചെടുത്തപ്പോൾ, നെയ്തെടുത്തപ്പോൾ യഥാർത്ഥ ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുമെന്ന് പറയാൻ ധൈര്യം കാണിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് വി ശിവൻകുട്ടിയുമായിരുന്നു. എന്തുകൊണ്ട് കേരളം ആ നിലപാടെടുത്തു? കേരളം ആ നിലപാടെടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കർണാടകയിൽ, തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് എന്തുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ആ ജയിലിലടക്കാതിരുന്നത് പോലെ തന്നെയാണ് അവരുടെ ചിന്തയും അവരുടെ എല്ലാ ആഗ്രഹം. നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടി? നിങ്ങൾ തരാതരം പോലെ വർഗീയത പറഞ്ഞതിന്റെ രാഷ്ട്രീയ ഗുണം കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെയെങ്കിലും കോൺഗ്രസിന് ശാശ്വതമായി എപ്പോഴെങ്കിലും കിട്ടിയോ? എന്നിട്ടും എന്തേ കോൺഗ്രസ് പാഠം പഠിക്കാത്തത്? നിങ്ങൾ ആ നിലപാടെടുത്തതിന്റെ പേരിലാണ്. വിവിധ ഘട്ടങ്ങളിൽ നിങ്ങളെടുത്ത ഈ അവസരവാദ നിലപാടിന്റെ ഫലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചുമച്ച് മരിക്കാറായ ക്ഷയരോഗബാധിതനായ കൊണ്ടേ മരിക്കാറായി കിടക്കാണ്. ക്ഷയം പിടിച്ച് ചുമത്രാണ്. തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചതാണ്. ഞങ്ങൾ ചരിത്രത്തിലുടനീളം ചെയ്തതാണ്. ആ ചരിത്രത്തെ നിങ്ങൾ മറക്കുന്നു. നിങ്ങൾ ഏത് മണ്ണിലാണ് വിഷം കോരിയിടാൻ നോക്കിയത്? ഞങ്ങൾക്ക് എത്ര പേരെയാണ് നഷ്ടപ്പെട്ടത് സംഘപരിവാരത്തിനെതിരായ പോരാട്ടത്തിൽ? ഇവിടെ ഞങ്ങളുടെ സഖാക്കളെ വിളിക്കുകയാണ് പോലും സംഘി സഖാക്കളെന്നാണ്. ആര് ഇവരെ വിളിക്കുന്നത്? ഈ ലീഗും ഇവിടുത്തെ കുറെ ഇട്ടാവട്ട ഈ ഈ കോൺഗ്രസ്സുകാർ. ആരാടോ സംഘി? വടകരയിൽ നിന്നുകൊണ്ട് എന്നെ വിളിക്കണം. വടകരയിലല്ലേ അഡ്വക്കേറ്റ് രത്നസിംഗിനെ കൊണ്ടുപോയി ഈ നാട് നില പ്രസംഗിപ്പിച്ച്, അപ്പുറത്ത് മാധവൻകുട്ടീന് വേണ്ടി വോട്ട് ചോദിച്ച്, ആ വടകരയിൽ നിന്നിട്ട് ഞങ്ങളെ വിളിക്കാണ്. മാറ്റി നിർത്തി സംഘപരിവാരത്തിനെതിരെ, വർഗീയതക്കെതിരെ, അത് പോപ്പുലർ ഫ്രണ്ടിനെതിരെയാകട്ടെ, സംഘപരിവാരത്തിനെതിരെയാകട്ടെ, വർഗീയതക്കെതിരെ എക്കാലവും ശക്തമായ സംഘടനയുടെ പേര് DYFI എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പേര് ഇടതുപക്ഷം എന്നാണ്. വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ഒരു യൂത്ത് കോൺഗ്രസ്സുകാരന്റെ പേര് പറയാമോ? വർഗീയതക്കെതിരെ രക്തസാക്ഷിത്വം വരിച്ചു പൊരുതിയ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറയാമോ? വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ പിടഞ്ഞു വീണത് ഞങ്ങളാണ്. ഇന്ന് കേരളത്തിന്റെ നെറുകയിൽ ശോഭിച്ചിരിക്കുന്ന ഒരുപാട് നേതാക്കൾ, കേരളത്തിന്റെ പ്രിയങ്കരനായ സഖാവ് പിണറായി വിജയൻ എത്രയോ സന്ദർഭങ്ങളിലാണ് സംഘപരിവാരത്തിനെതിരെ പൊരുതി നിന്നതിന്റെ പേരിൽ സംഘപരിവാരത്തിന്റെ കണ്ണിലക്കരടായി മാറുകയും എത്രയോ വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത് മുന്നോട്ട് വന്നയാൾ, അന്തരിച്ചുപോയ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ
വാടിക്കൽ രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിക്കുന്നത്. ഓർമ്മയില്ലേ ഈ നാടിനാണ്? ഈ വടകരയിൽ, നാദാപുരത്ത്, കുറ്റിയാടിയിൽ, തലശ്ശേരിയിൽ, കൂത്തുപറമ്പിൽ, പാനൂരിൽ വർഗീയതക്കെതിരെ ഞങ്ങൾ ഒഴുക്കിയ ചോരയ്ക്ക് കാലവും ചരിത്രവും സാക്ഷിയാണ്. ഈ നാടിന്റെ ചരിത്രം എഴുതുന്ന ഏതൊരാൾക്കും വർഗീയതക്കെതിരായ ഇടതുപക്ഷത്തിന്റെ സമരങ്ങളെ, മഹാസമരങ്ങളെ, മഹാപ്രതിരോധങ്ങളെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് കടന്നു പോകാനാകില്ല. ആ മണ്ണിൽ വന്നു നിന്നാണ് നിങ്ങളിത് പറയുന്നത്. ആ ചരിത്രം പേര് നിൽക്കുന്ന ഡിവൈഎഫ്ഐ ഈ വലിയ ജനാവലിയെ സാക്ഷി നിർത്തി യൂത്ത് അലർട്ടിൽ വന്ന് പങ്കുചേർത്ത എന്റെ പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐ സഖാക്കളെ സാക്ഷി നിർത്തി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഇത് ജാഗ്രതയാണ്, യുവതയുടെ ജാഗ്രത. ഈ മണ്ണിൽ ഒരിടത്ത് പോലും വർഗീയതയുടെ വിഷം തീണ്ടാതെ അങ്ങേയറ്റം ജാഗ്രതയോടെ ഞങ്ങൾ കടന്നുപോകും. ഇവിടെ വടകരയിൽ താൽക്കാലിക രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി അങ്ങേയറ്റത്തെ കൊടും വർഗീയത പ്രചരിപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നേരിട്ട് സാധാരണക്കാരായ മനുഷ്യരുടെ ചെവിയിൽ പോയി വർഗീയത മന്ത്രിച്ചു കൊടുത്ത ഇവിടത്തെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മസ്തകത്തിൽ അടിച്ചുകൊണ്ട് വർഗീയതയുടെ വിഷം തീണ്ടാതെ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്കാണ്, വലതുപക്ഷത്തിനുള്ളതല്ല. അങ്ങനെയാണ് നമ്മൾ അവരെ പ്രതിരോധിക്കേണ്ടത്. അങ്ങേയറ്റം പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ട് നമുക്ക് മതനിരപേക്ഷതയുടെ മഹത്തരമായ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അത് കേരളത്തിന്റെ മഹിതമായ പാരമ്പര്യമാണ്, ചരിത്രമാണ്, ഈ നാടിന്റെ മഹിതമായ ഇന്നലകളാണ്. ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ തലശ്ശേരിക്കാരനായ ഒരു രക്തസാക്ഷിയുടെ പേരിൽ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ടിൽ തൂക്കിലേറപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ പേര് തലശ്ശേരിയിലെ അനന്തൻ നായർ എന്നായിരുന്നു. കൂടെ തൂക്കിലേറ്റപ്പെട്ടത് മറ്റൊരു ചെറുപ്പക്കാരൻ, പ്രായം 26, എന്റെ നാട്ടുകാരൻ, തിരുവിതാംകൂറുകാരനായിരുന്നു. അനന്തൻ നായർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട മറ്റൊരു ചെറുപ്പക്കാരന്റെ പേര് വക്കം അബ്ദുൽ ഖാദർ എന്നായിരുന്നു. INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ. INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ INAയിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി പ്രവർത്തിച്ച 2 പേർ. വേറെയുമുണ്ട് ചെറുപ്പക്കാർ, ഫൗജാ സിംഗ്, ബർദാൻ. ഇവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റാൻ വിധിച്ചു. തൂക്കിലേറ്റപ്പെടുന്നതിന് തൊട്ടു മുൻപ് INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ കൊലക്കേറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചരിത്രമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ എന്ന പുസ്തകം എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ഈ ചരിത്രം അതുപോലെ മനസ്സിലാക്കാൻ കഴിയും. ആ വക്കം അബ്ദുൽ ഖാദർ കൊലക്കേറിന്റെ മുമ്പിൽ മദ്രാസ് സെന്റ് ജോർജ് ഫോർട്ടിൽ ഒരു പുലർച്ചയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഒരേ സമയം 2 പേരെയാണല്ലോ നിങ്ങൾ തൂക്കിലേറ്റുന്നത്. ബ്രിട്ടീഷുകാർ പറഞ്ഞു, അതെ, ആരെയൊക്കെയാണ് നിങ്ങൾ തൂക്കിലേറ്റുന്നത് ഒരേ സമയം? ഫൗജാ സിംഗും അനന്തൻ നായരും ഒരുമിച്ച് തൂക്കിലേറും. ബർദാനും വക്കം അബ്ദുൽ ഖാദറും ഒരുമിച്ച് തൂക്കിലേറ്റപ്പെടുന്നു. ആ കൊലക്കേറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു മലയാളിയായ ചെറുപ്പക്കാരൻ INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, എന്നെയും എന്റെ ചങ്ങാതി അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റാമോ? ബ്രിട്ടീഷുകാർ ചോദിച്ചു, എന്തിന്? വക്കം അബ്ദുൽ ഖാദർ മറുപടി പറഞ്ഞു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്ന മുസൽമാൻ. എന്റെ ഉറ്റ ചങ്ങാതി അനന്തൻ നായർ ഒരു യഥാർത്ഥ ഹിന്ദുവും. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഈ ബലിപീഠത്തിൽ, ഈ കൊലക്കയറിൽ ഒരു ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് കഴുത്തു നീട്ടിത്തന്നുവെന്ന് ചരിത്രം എഴുതട്ടെ സാർ. പട്ടിക മാറ്റി എഴുതിയാലും എന്നെ ഇവന്റെ ചങ്ങാതി അനന്തൻ നായരെയും തൂക്കിലേറ്റു നിങ്ങൾ. ചരിത്രം കൗതുകപൂർവം അഭിമാനത്തോടെ രേഖപ്പെടുത്തുന്നു. മദ്രാസ് സെന്റ് ജോർജ് ഫോർട്ടിന്റെ കൊലക്കയർ സാക്ഷി, ചരിത്രം സാക്ഷി, കാലം സാക്ഷി. പട്ടിക തിരുത്തി എഴുതി ഒരു വടകരക്കാരനായിരുന്ന, തലശ്ശേരിക്കാരനായിരുന്ന അനന്തൻ നായരും
തിരുവിതാംകൂറുകാരൻ IN ഹീറോ വക്കം അബ്ദുൽ ഖാദറും ഒരു ഹിന്ദുവും മുസൽമാനും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ കൊലക്കയറിലേക്ക് ഒരുമിച്ച് ശിരസുയർത്തിക്കൊടുത്തുവെന്ന് ചരിത്രം, ഒരുമിച്ച് രക്തസാക്ഷികളായെന്ന് ചരിത്രം. ഈ ചരിത്രം പേറുന്ന വടകരയുടെ മണ്ണിൽ, ഈ ചരിത്രം പേറുന്ന കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയുടെ ഈ പൊളിറ്റിക്കൽ പോയിസൺസ് ഉണ്ടല്ലോ, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിഷം പേര് നടക്കുന്ന രാഷ്ട്രീയ ഇന്ധനം നിറച്ച ഈ പൊളിറ്റിക്കൽ വെപ്പൺസ്, ഈ വെപ്പൺസിന്, ഈ ആയുധങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാനില്ല. ഞങ്ങളുടെ മഹിതമായ പൈതൃകം IN ഹീറോ വക്കം അബ്ദുൽ ഖാദറിന്റെ പൈതൃകമാണ്. കൊലക്കേരന്റെ മുമ്പിൽ മതേതരത്വത്തിന്റെ ശിരസുയർത്തിപ്പിടിച്ച തലശ്ശേരിക്കാരനായ അനന്തൻ നായരുടെ പൈതൃകമാണ്. എന്തിനേറെ ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ട ഏറ്റുപെട്ട ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച അബുവിന്റെയും ചാത്തുക്കുട്ടിയുടെയും പൈതൃകമാണ്. കേരളത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്രവീഥിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ വടിയഴുകിൽ പുതഞ്ഞു മരിച്ച ബലിക്കല്ലുകളിൽ അസ്തമിച്ചു പോയ ഒരുപാട് ധീരരായ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും മഹിതമായ രാഷ്ട്രീയ പൈതൃകമാണ്. അത് ഉയർത്തിപ്പിടിച്ചത് മതനിരപേക്ഷതയാണ്, ഡിവൈഡ് ആൻഡ് റൂളിനെതിരായ പോരാട്ടമാണ്. ഇവിടെ ഷാഫി പയറ്റാൻ ശ്രമിച്ചത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ്. ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിം ലീഗിനെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, ഈ തെറ്റായ വഴിയിലേക്ക് മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ സ്വയം ജാഗ്രത പാലിക്കുക. ഇവിടുത്തെ കോൺഗ്രസിന്റെ മഹിതമായ പാരമ്പര്യമുള്ള ഒരുപാട് മറ്റു മനുഷ്യരുണ്ട്, ജനാധിപത്യ വിശ്വാസികളുണ്ട്. അവർ കോൺഗ്രസുകാരായിരിക്കാം, അവരോട് ഞങ്ങൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഈ തെറ്റായ കളിക്ക് കൂട്ടുനിൽക്കരുത്.